കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് നിന്ന് ഇപ്പോൾ രാജ്കുമാർ നമ്മൾക്കൊപ്പം ചേരുന്നു. രാജ്കുമാർ, രാവിലെ സംസാരിച്ചു വന്നപ്പോഴും സ്ഥാനാർത്ഥി മുകേഷ് പറഞ്ഞതിലുമൊക്കെ പ്രേമചന്ദ്രൻ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചു എന്നതുപോലെയുള്ള ചില പരാമർശങ്ങൾ സ്ഥാനാർത്ഥി മുകേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ഈ കൊല്ലത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലെ ഇപ്പോഴത്തെ ഒരു പോളിംഗ്? നല്ല ക്യൂ കാണാനുണ്ടോ? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? അതായത് ചില സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ ഏതാണ്ട് ഒരു 9 മണി വരെ 9:30 മണി വരെ കനത്ത ഒരു ക്യൂ പല സ്ഥലങ്ങളിലും പ്രകടമായി. ഇപ്പോൾ അതിൽ ചെറിയ തോതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ ചില ബൂത്തുകളിൽ നല്ല ക്യൂ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചില ബൂത്തുകളിൽ ആളേ ഇല്ലാത്ത ഒരു സ്ഥിതിയുമുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒരു ഏകീകൃത സ്വഭാവം ഇതിനില്ല. കാലാവസ്ഥ അനുകൂലം തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ മഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തവണ മഴയൊന്നുമില്ല. നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഈ രാവിലെ തന്നെ വന്ന് ഈ വെയിൽ ആകുന്നതിന് മുമ്പ് തന്നെ കുറേ ആളുകൾ വോട്ട് ചെയ്തിട്ട് പോയി. ഇനി ഒരുപക്ഷെ സാധാരണഗതിയിൽ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് ആളുകൾ ഇറങ്ങുന്ന ഒരു സ്വഭാവം ഇവിടെയുമുണ്ട്. അതുകൊണ്ട് ഈ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ചടയമംഗലത്ത് നിന്നും ലഭിക്കുന്ന ഒരു സൂചനയെന്ന് പറയുന്നത് കനത്ത പോളിംഗ് ആണ്. അവിടെ നല്ല നിലയിലുള്ള ഒരു പ്രതികരണമുണ്ട്. കഴിഞ്ഞ വട്ടവും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പിറകിൽ പോയ ആ മണ്ഡലത്തിൽ വലിയ അവിടെ ഒരു ശതമാനം കൊണ്ട് ഏറ്റവും മുന്നിൽ നിന്ന ഒരു മണ്ഡലമാണ് ചടയമംഗലം. അതുകൊണ്ട് തന്നെ ഇക്കുറി അവിടെ ചടയമംഗലത്ത് വലിയ പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണ് ഇടതുമുന്നണി അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. അതേസമയം ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷ് ഇന്ന് രാവിലെ അദ്ദേഹം പട്ടത്താനം 50-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തു വന്ന് അദ്ദേഹം വികാരധീനായി. അദ്ദേഹം പറഞ്ഞത് വ്യക്തിഹത്യ ഇത്രയും നാളത് സഹിച്ചു, വലിയ ഒരു വ്യക്തിഹത്യയാണ് ഈ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നടത്തിയത്. പലപ്പോഴും അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ഡെസ്കിൽ അടിച്ചുകൊണ്ട് പല രീതിയിലുള്ള വ്യക്തിഹത്യകൾ നടത്തി. ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല എന്ന് മുകേഷ് പറഞ്ഞു. എന്തായാലും ഒരു നടൻ എന്ന നിലയിലുള്ള ഒരു കലാകാരൻ എന്നൊരു പരിഗണന പോലും UDF ആരും തന്നില്ല. വേട്ടയാടാവുന്നതിൻ്റെ പരമാവധി തന്നെ വേട്ടയാടി. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി പ്രവർത്തിച്ച പ്രചരണം നടത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് താൻ ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. രാഷ്ട്രീയം പറയുമ്പോൾ വ്യക്തിഹത്യ ആവില്ല, അതാണ് ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മുകേഷ് പറഞ്ഞു. ഇപ്പം അദ്ദേഹം അല്പം മുമ്പ് ഈ ഇടതുമുന്നണി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി കെ വരദരാജനുമായി ഇവിടെ വന്ന് ഇപ്പോൾ അവരുമായി മറ്റുള്ള ബൂത്തുകളിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പല മണ്ഡലങ്ങളിലേക്കുള്ള യാത്രാമധ്യയാണ് ശരത്ത്. ശരി, ഇപ്പോൾ കൊല്ലത്തെ വിവരങ്ങളാണ് ഇപ്പോൾ രാജ്കുമാർ നൽകിയത്. കൊല്ലത്ത് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും നീണ്ട ക്യൂ ഉണ്ട്. ചൂട് കാരണം ഇനിയിപ്പോൾ കുറച്ചൊരു കുറവ് ചിലപ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ പല ഭാഗത്തും വന്നേക്കാം എന്നതുകൂടിയുണ്ട്. ക്യൂ കുറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇതൊക്കെയാണ് സൂചിപ്പിച്ചത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷ്, എതിർ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ തന്നെ വളരെയധികം വേട്ടയാടി അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തി എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രാവിലെ പറഞ്ഞതുകൂടിയാണ് ഇപ്പോൾ രാജ്കുമാർ സൂചിപ്പിച്ചത്.